അനിൽ ബാലചന്ദ്രൻ. ഈ അനിൽ ബാലചന്ദ്രനെ കുറിച്ച് അധികം ആൾക്കാർക്കൊക്കെ അറിയാൻ മതി. ബിസിനസ് പരമായിട്ടുള്ള കോച്ചിങ്ങും അല്ലെങ്കിൽ ഒരു ട്രിക്സും കുറച്ച് കുതന്ത്രവും കുരുട്ട് ബുദ്ധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അതായത് ലാഭം അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുന്ന ഒരു പ്രത്യേകതരം രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അതന്നെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട്ട് നിന്ന് അടി കിട്ടിയോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഏതായാലും കോഴിക്കോട്ട് നിന്ന് ഓടിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പരിപാടിക്ക് നമ്മളൊരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതെന്തായിരിക്കും സംഭവം എന്നുള്ളത്. ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിനി, മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പരിപാടി. അതിൽ ക്ഷണിച്ചത് മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ഡോക്ടർ അനിൽ ബാലചന്ദ്രനായിരുന്നു. പരിപാടിയൊക്കെ അടിപൊളി പരിപാടിയായിരുന്നു. ഞാനൊക്കെ പോയിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു. പക്ഷേ പരിപാടിക്ക് വന്ന ആളുകൾക്ക് എല്ലാവർക്കും ബാലചന്ദ്രൻ്റെ ഈ സംസാര ശൈലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓൻ്റെ ഈ തെറിവാക്കുകളുണ്ടല്ലോ, തെണ്ടി, നാറി, പരനാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊന്നും ഇവിടെ നമ്മളെ കോഴിക്കോട്ടേക്ക് പറ്റില്ല. കോഴിക്കോട്ടുകാർ ഇറക്കി വിട്ടവനെ സ്റ്റേജിൽ നിന്ന്. മതിയോ മതിയോ? കേട്ടില്ല കേട്ടില്ല. ഒരു മിനിറ്റ് ഒരാൾ പറയും ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ? ഇവിടെ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. അതാണ് സംഭവം. വെറുതെ ഇങ്ങനെ വായിൽ വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു വരുന്നുണ്ട്. ഇവന്റെ പരിപാടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളെ തന്നെ തെണ്ടിന്നും പട്ടിന്നും പിച്ചക്കാരെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ടിക്കറ്റോ അല്ലെങ്കിൽ എന്തോ വലിയ വാല്യൂ ഒക്കെ മൂപ്പരെന്നെ പറയും. എനിക്ക് ലക്ഷക്കണക്കിനാണ് മണിക്കൂർ റുപ്യ എന്നൊക്കെ മൂപ്പരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരം ആളാണ് ഇയാൾ. ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഒരു കോമഡി പീസായിട്ട് തോന്നിയിട്ടുള്ളൂ. പല മോട്ടിവേഷൻ സ്പീച്ചസ് എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിലൊക്കെ കാണലുണ്ട്. മഹാ കോമഡി ആയിട്ട് തോന്നല്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ലാഭം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുതന്ത്ര കുരുട്ട് ബുദ്ധി ആയിരിക്കും ഇയാൾ പറയുന്നത്. ഇതൊന്നും ആർക്കും അറിയാത്ത വിഷയങ്ങളൊന്നും ആയിരിക്കില്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തിരി ബിസിനസ് മൈൻഡൊക്കെ ഉള്ള ആളുകൾക്ക് ഇവന്റെ ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഇത് ആൾക്കാരൊക്കെ ചെയ്യുന്നത് മഹാവിഡിതരാണ്. എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷൻസിലാണെന്നുണ്ടെങ്കിലോ അവനവന്റെ ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, വിവേക ബുദ്ധിയുണ്ട്. ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ കണ്ട മൊയന്തകളൊക്കെ പറഞ്ഞിരിക്കുന്ന കേട്ടിരുന്നാല് വെറുതെ അവന് ഫീസും കൊടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ ഉഷാറായി ഇറച്ചിയും വെച്ച് പോവുള്ളൂ. അല്ലാതെ ഇങ്ങക്കൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല. അതും പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ. ഇവനൊക്കെ എന്തോ വലിയ ഓലോത്ത തമ്പുരാനെന്നൊക്കെ ഉള്ളൊരു വിചാരമാണ് ഈ ചങ്ങാതിക്കൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, എനിക്കും ചില ക്ലാസ്സുകൾ കണ്ടപ്പം കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും തെലങ്ങനും വിലങ്ങനൊക്കെ ആക്കി പറയുന്ന ഒരു രീതിയാണ് ഇയാൾക്ക്. എന്താ കോഴിക്കോട്ട് നിന്ന് അടി ഇട്ടിക്കുന്നെന്നാണ് കേൾക്കണത് ഇപ്പം.